എനിക്ക് നന്ദുവിനെ കണ്ടുപിടിച്ചേ പറ്റൂ അച്ഛാ. ലോകത്താരൊക്കെ കൈവിട്ടാലും ഈ ബെല്ല നന്ദനെ കൈവിടില്ല. നീ എന്തായാലും എന്റെ വീട്ടിൽ കയറി ആളാവുന്നോ? ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവി പുതിയ പ്രൊമോയില് ഭയങ്കരമായിട്ടുള്ള രംഗങ്ങളാണ്. ഇന്നത്തോടുകൂടി ആ സസ്പെൻസ് പൊളിയും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അതേ കൂട്ടുകാരെ, ആദ്യം തന്നെ നമ്മുടെ ദേവിക സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്തണം അച്ഛാ എന്ന് പറയുകയാണ്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇസബല്ലയും നമ്മുടെ നന്ദനും കൂടെ കറങ്ങാൻ പോയിരിക്കുകയാണല്ലോ. അപ്പൊ ഇസബല്ല നമ്മുടെ നന്ദനോട് പറയുകയാണ്, ആരൊക്കെ കൈവിട്ടാലും നിന്റെ ഒപ്പം ഞാനുണ്ടാവോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിശ്വാസം കൂട്ടി ഉറപ്പിക്കുവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ഗൗരീനെ കാണാൻ പറഞ്ഞ് നമ്മുടെ ശാരി ഭാർഗവിയുടെ വീട്ടിലേക്ക് വരുന്നു. ഭാർഗവിയാണെങ്കിൽ നീ എന്താടി അധികാരം സ്ഥാപിക്കാൻ വേണ്ടി കയറി വരികയാണോ, ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശാരീനെ കുറെ ആട്ടാട്ടി പുറത്തേക്ക് എന്താ പറയാ ഇറക്കി വിടുന്നുണ്ട് നമ്മുടെ ഭാർഗവി കേട്ടോ. പിന്നീടാണ് മോനെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ടൻ ട്വിസ്റ്റ് ആട്ടോ. നമ്മുടെ പ്രഭാവതി ക്ഷേത്രത്തിൽ പോകുന്നു. അപ്പൊ അവിടെ വെച്ച് നമ്മുടെ അരുന്ധതിനെ കാണുന്നുണ്ട്. അരുന്ധതി ആണെങ്കിൽ നമ്മുടെ പ്രഭാവതിക്ക് മുന്നിൽ തലകറങ്ങി വീഴുന്നു. പിന്നീട് നമ്മുടെ പ്രഭാവതി അരുന്ധതിനെ നമ്മുടെ പ്രഭാവതിയുടെ വണ്ടിയിൽ കയറ്റി അരുന്ധതിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുകയാണ്. അവിടെ വീടിനുള്ളിൽ ആരുണ്ട്? ഋഷിയുണ്ട്. ഇനി ഋഷിയെങ്ങാനും വന്ന് വാതിൽ തുറന്നാൽ പിന്നെ തീർന്നു. പ്രഭാവതി തന്നെ എല്ലാം പൊളിച്ചടക്കും അല്ലെ കൂട്ടുകാരെ. അപ്പൊ വളരെ നിർണായകമായുള്ള ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.